നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അരുൺ ഒരച്ഛനാവാൻ പോവാ. അരുണിനെ പോലെ ഒരാൺകുഞ്ഞു വേണമെന്നാ എന്റെ ആഗ്രഹം. അല്ല, അതും എന്താ അരുണെ, ഇത്ര പെട്ടെന്ന് പ്രതീക്ഷിച്ചില്ല അല്ലേ? ദൈവം നമ്മളെ കൈവിട്ടില്ല അരുൺ. അരുൺ എന്താ ഇങ്ങനെ? ഞാൻ ഒരുപാട് സ്വപ്നങ്ങളായിട്ടാ അരുണിനോട് ഇത് പറയാൻ വന്നത്. ഞാൻ കരുതി അച്ഛനാവാൻ പോവാന്നറിയുമ്പോ അരുൺ സന്തോഷത്തോടെ എന്നെ കെട്ടിപ്പിടിക്കുമെന്ന്. ഐശ്വര്യ, നീ പ്രഗ്നന്റ് ആണെന്ന് ആരാ പറഞ്ഞേ? അരുൺ കുറച്ചു ദിവസമായിട്ട് വല്ലാത്ത മനംപുരട്ടല്, ഛർദി. അമ്മയും അമൃതേർത്തിയും അപ്പോഴേ സംശയം പറഞ്ഞതാ. ഞാനത് കാര്യമാക്കിയില്ല. അതാ അരുണോട് പറയാതിരുന്നത്. പിന്നെ സംശയം തീർക്കാലോ എന്ന് കരുതി ഹോസ്പിറ്റലിൽ പോയി ടെസ്റ്റ് നടത്തി. അപ്പോഴാ ഈ സന്തോഷ വാർത്ത അറിയുന്നത്. സ്കാനിംഗ് റിപ്പോർട്ട് കണ്ടിട്ട് അമ്മയ്ക്കും അമൃതേടത്തിക്കും എല്ലാവർക്കും സന്തോഷമായി. അതിന്റെ മധുര വിതരണവും സന്തോഷമാ അരുൺ വന്നപ്പോ കണ്ടത്. അരുണിനോട് ഇക്കാര്യം ഞാൻ തന്നെ നേരിട്ട് പറഞ്ഞോളാന്ന് പറഞ്ഞിട്ടാ അപ്പോ അവരാരൊന്നും പറയാതിരുന്നേ. നമ്മുടെ രണ്ടാളുടെയും ജീവിതത്തില് ഏറ്റവും സന്തോഷമുള്ള കാര്യമില്ലേ ഇത്? അപ്പൊ ഇത് എനിക്ക് തന്നെ അച്ഛനാവാൻ പോകുന്ന ആളോട് നേരിട്ട് പറയണമെന്ന് കരുതി. ഇത് കേട്ടപ്പോ അരുണ് സന്തോഷായില്ലേ? അതെ. അരുണിന്റെ കുഞ്ഞ എന്റെ വയറ്റിൽ കിടക്കുന്നേ. അതറിഞ്ഞിട്ട് അരുൺ സ്നേഹത്തോടെ ഒന്നും പറഞ്ഞില്ല. ചേർത്ത് പിടിച്ച് ഒരു മുത്തം ഞാൻ പ്രതീക്ഷിച്ചു. ശരി, ഞാൻ വരാം. അങ്ങനെ വെറുതെ വിടില്ലാരും. ഈ ഇല്ലാ ഗർഭം വെച്ച് ഞാൻ നിന്നെ വട്ടം കറക്കും. അരുൺ ഒരച്ഛനാവാൻ പോവാ. ഒരു പുതിയ ആള് നമ്മുടെ ജീവിതത്തില് എത്താൻ പോവാരും. നമ്മുടെ പൊന്നോമന കുഞ്ഞ്. അരുൺ പറയൂ. സോറി സാർ, രാത്രി ബുദ്ധിമുട്ടിക്കേണ്ടി വന്നതിന്. സാരമല്ല, ഇത് ഞങ്ങളുടെ ജോലിയുടെ ഭാഗമല്ലേ. പറയൂ. അത് ഒരു പ്രോബ്ലം ഉണ്ട് സാർ. എന്താ, ഡിവോഴ്സ് നോട്ടീസ് കൊടുത്തപ്പോ ഐശ്വര്യ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ? അല്ല സാർ, ഞാൻ ഡിവോഴ്സ് നോട്ടീസ് ഐശ്വര്യക്ക് കൊടുക്കാനിരുന്നാ. അപ്പോഴാ അറിയുന്നത് ഐശ്വര്യ പ്രഗ്നന്റ് ആണെന്ന്. അതെയോ? ടെസ്റ്റ് റിപ്പോർട്ടെല്ലാം ഉണ്ട്, പ്രഗ്നന്റാ. ഇനിയിപ്പോ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. അയ്യോ അരുൺ, അത് പ്രശ്നമാണല്ലോ. പ്രത്യേകിച്ച് ഭാര്യ പ്രഗ്നന്റായ ഈ അവസ്ഥയിൽ ഡിവോഴ്സ് കിട്ടാൻ വലിയ പ്രയാസം. എന്തായാലും എനിക്കിപ്പോഴാ സന്തോഷമായത്. ഐശ്വര്യടത്തിയും പ്രഗ്നന്റ് ആയല്ലോ. കുഞ്ഞേ വേണ്ടാന്ന് പറഞ്ഞ് നടന്നിരുന്ന ആൾ ഐശ്വര്യടത്തി. എനിക്കിപ്പോ സന്തോഷത്തെക്കാളേറെ ആശ്വാസം അതൊന്ന്. ഇനിയെങ്കിലും ഒരു അമ്മയാമ്മ പോകുന്നതിന്റെ മഹത്വം ഐശ്വര്യടത്തി മനസ്സിലാക്കുമല്ലോ.
അങ്ങനെയായ പിന്നെ മുന്നത്തെ പോലെ ഇനി ശ്യാമയെ ദ്രോഹിക്കാനായിട്ട് ശ്രമിക്കില്ല. അതുറപ്പല്ലേ? അത് ശരിയാ. ഇനി മുതൽ അമ്മയുടെ പല പല അവസ്ഥകളിലൂടെയാ ഐശ്വര്യടുത്തേയും കടന്നു പോകാൻ പോകുന്നത്. ഇനി ഏത് നിമിഷവും തന്റെ കുഞ്ഞ്, വയറ്റിൽ അതിന്റെ ചലനങ്ങൾ, ആ പൊന്നോമന പിറക്കുന്നത്, ആ കുഞ്ഞിന്റെ കളിച്ചിരി, അങ്ങനെ ഓരോ സ്വപ്നങ്ങളായിരിക്കും ഐശ്വര്യടുത്തിയുടെ മനസ്സിൽ. അപ്പൊ പിന്നെ ആരെയും ദ്രോഹിക്കാൻ സമയം കിട്ടില്ലല്ലോ. അറിയട്ടെ, ഐശ്വര്യടുത്തി ഒരമ്മയുടെ വേദനയും സങ്കടവും പിന്നെ സന്തോഷവും എല്ലാം ശരിക്കും അറിയട്ടെ. അപ്പോ ഐശ്വര്യടുത്തേക്ക് തന്നെ പ്രഗ്നന്റായ എന്നോട് ചെയ്തത് ഏറ്റവും വലിയ ക്രൂരതയാണെന്ന് സ്വയം ബോധ്യായിക്കോളും. എന്തൊക്കെ സംഭവിച്ചാലും അങ്ങനെ ഒരു തോന്നൽ ഐശ്വര്യത്തേക്ക് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നില്ല. ഉണ്ടാവും, ഉറപ്പായിട്ടും ആ തോന്നലുണ്ടാവും, അതിൽ സംശയമില്ല. എന്റെ തന്നെ അവസ്ഥ ഇപ്പൊ അങ്ങനെയാ. എന്റെ മനസ്സിലിപ്പോ പാട്ടും കമ്പനി കാര്യങ്ങളും ഒന്നുമില്ല. വയറ്റിൽ കിടക്കുന്ന നമ്മുടെ കുഞ്ഞ്. അവൻ എപ്പോഴും എന്റെ മനസ്സിലിങ്ങനെ ഓടിക്കളിക്കുക, എന്നോട് കൊഞ്ചും ചിരിക്കും ഒക്കെ ചെയ്യുക. അമ്മയെന്ന് വിളിച്ച് എന്നെ നോക്കി പുഞ്ചിരിച്ച് നിൽക്കുന്ന ഒരു ഉണ്ണിക്കണ്ണന്റെ മുഖം എന്റെ മനസ്സിൽ എപ്പോഴും. ഓ, അങ്ങനെയാണോ കാര്യങ്ങള്? ശരിക്കും അതെ. പറഞ്ഞറിയിക്കാനാവാത്ത ഒരു വല്ലാത്ത ഫീലിലാ ഞാനിപ്പോ ഉള്ളത്. ആഹാ, ശരിയാണോടാ? അമ്മ പറഞ്ഞ ശരിയാണോ? പറയേ. നമ്മുടെ ഉണ്ണിക്കണ്ണനൊന്നും പറയുന്നില്ലല്ലോ. അവൻ മറുപടി പറയുന്നുണ്ട്, എനിക്കത് മനസ്സിലാവും. മറുപടി പറയുന്നോ? ഞാൻ കേൾക്കുന്നില്ലല്ലോ. ആ, അങ്ങനെ മാറി നിന്നാ എങ്ങനെ കേൾക്കുക? അവൻ മെല്ലെയാ പറയുന്നേ. അതെയോ? എന്നാലതറിയണല്ലോ. പറ മോനെ, കേക്കട്ടെ. ഒന്നും പറയുന്നില്ലല്ലോ. അതേ, അച്ഛനോട് അവൻ പിണക്കാ. അങ്ങനെയാണോ? ശരിക്കും പിണക്കാ. അവനോട് വർത്താനൊന്നും പറയുന്നില്ലല്ലോ, അതുകൊണ്ട്. എന്നാ നമുക്ക് ആ പിണക്കൊന്ന് തീർക്കണമല്ലോ. എങ്ങനെ? അതിന് വഴിയുണ്ട്. ഞാനേ എന്റെ മോന് ഒരു മുത്തം കൊടുക്കാൻ പോവാ. പിണക്കം തീർന്ന മോനെ? ഇപ്പൊ തീർന്നു അവൻ പറയാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.